ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ ട്രാൻസ് വിഭാഗത്തിൽ നിന്നും 4 പ്രതിനിധികളാണ് ഇത്തവണ പങ്കെടുത്തത്. ചൂടേറിയ ഓർമ്മകളും ഒറ്റപ്പെടലിന്റെ ജീവിതാനുഭവങ്ങളുമായാണ് അവർ സമ്മേളന വേദിയിൽ എത്തിയത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാക്കിയ ഡിവൈഎഫ്ഐയെ അഭിമാനത്തോടെയാണ് ഇവർ ഹൃദയത്തിലേറ്റുന്നത്. ഭരണം മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ സർക്കാർ അഭിസംബോധന ചെയ്യുന്നില്ലെന്നാണ് വിമർശനം. അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നിടങ്ങളിലും തീരുമാനങ്ങൾ രൂപപ്പെടുന്ന വേദികളിലും ട്രാൻസ്ജെൻഡർ ക്വീർ വിഭാഗത്തിന് ഇടമുണ്ടെന്നതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. ഒറ്റപ്പെടലിന്റെയും പരിഹാസത്തിന്റെയും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുവന്ന ഇവർ ചേർത്ത് നിർത്തിയ സംഘടനയെ അഭിമാനത്തോടെയാണ് നെഞ്ചിലേറ്റുന്നത്. ഒരുപാട് സന്തോഷം. കാരണം ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് ട്രാൻസ് വ്യക്തികൾ ആദ്യമായി വരുന്നത് തന്നെ ഈ പറഞ്ഞ 2017-18 കാലയളവിൽ ഡിവൈഎഫ്ഐയിലൂടെയാണ്. ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പല സംഘടനകളിലും മഹിളാ അസോസിയേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കർഷക സംഘം, അങ്ങനെ നിരവധി സംഘടനകളുടെ ഭാഗമായി ട്രാൻസ് വ്യക്തികൾ ക്യൂർ മനുഷ്യരുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു ചേർത്ത് നിർത്തലിന് ഒരുപാട് സന്തോഷവും സ്നേഹവും. അനഘ, ഋതിഷ, നേഹ ചെമ്പകശ്ശേരി, നികിത അർച്ചുനക്കര എന്നിങ്ങനെ 4 പേരാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നിന്റെയും അതിർവരമ്പിൽ മാറ്റി നിർത്തേണ്ടതല്ല, മറിച്ച് ഏതെങ്കിലും ഒരു കാരണത്താലെങ്കിലും എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തണമെന്നതാണ് ഈ യുവജന സംഘടന തെളിയിക്കുന്നത്. LDF സർക്കാർ നടപ്പിലാക്കിയിരുന്ന 28 പദ്ധതികൾ UDF അധികാരത്തിൽ എത്തിയതോടെ മുടങ്ങിയെന്നും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അഭിസംബോധന ചെയ്യാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഇവർ പറയുന്നു. ഏകദേശം 3 മാസത്തോളമായി നമ്മളെ ട്രാൻസ്ജെൻഡർ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ ഏതുവരെയാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. ഒരുപാട് ആളുകൾ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സർജറി റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടെന്ന അപേക്ഷകളുടെ മുകളിൽ യാതൊരുവിധ നടപടികളോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ UDF സർക്കാർ ഒരു പൊതുവേദികളിൽ പോലും ട്രാൻസ്ജെൻഡർ ക്യൂർ മനുഷ്യരെന്ന് ഒരു നേതാക്കന്മാരും അതുപോലെ തന്നെ നമ്മളെ ആരും സംസാരിക്കുന്നതായിട്ട് പോലും കേട്ടില്ല. പുതിയ സാമ്പത്തിക വർഷത്തിലെ വർക്കിംഗ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 7 പദ്ധതികൾ സർക്കാരിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 7 പദ്ധതി അവർ അംഗീകരിക്കാതെ തിരിച്ചു വന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ അത്തരത്തിലൊക്കെ കമ്മ്യൂണിറ്റികളെ എല്ലാ തരത്തിൽ നിന്നും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെ എല്ലായിടത്തു നിന്നും മാറ്റണം എന്നുള്ള ആ ഒരു അജണ്ടയുടെ പുറത്താണ് അത്തരത്തിലൊരു ഇത് വന്നതാണ് നമുക്കറിയാൻ സാധിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നതാണ് ഡിവൈഎഫ് എന്ന യുവജന സംഘടനയുടെ നയം. കൈരളി ന്യൂസ്, തൃശൂർ.